ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി അഥവാ സ്ത്രീ വന്ധ്യതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ. നോർമലായിട്ട് സ്ത്രീകൾക്ക് എല്ലാ മാസവും അണ്ടോൽപാദനം ഒരു 14 തൊട്ട് 16 ദിവസത്തിനുള്ളിലാണ് നടക്കുന്നത്. പല സ്ത്രീകൾക്കും അവരുടെ സൈക്കിൾ വേരിയേഷൻ അനുസരിച്ച് ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകാം. എന്നാൽ ചില സ്ത്രീകളിൽ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാതിരിക്കും. അതിനാണ് നമ്മൾ അനോവുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓവുലേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് സ്ത്രീ വന്ധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. 70% ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്ന പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പോളിസിസ്റ്റിക് ഓവറി, രണ്ടാമതായിട്ട് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണമുള്ള സ്ത്രീകളിൽ, പിന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളവർ, പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, ഇത്തരക്കാരിലാണ് പ്രധാനമായിട്ടും ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ കാണപ്പെടുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് സ്കാനിങ്ങിൽ ഓവറിയുടെ അണ്ടോൽപാദനം നടക്കുന്നുണ്ടോ, അണ്ടം ഓവുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഹോർമോൺ ടെസ്റ്റുകൾ വഴി നമുക്ക് ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റുകൾ എന്ന് പറയുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാം, FSH, LH, തൈറോയ്ഡ്, പ്രൊലാക്റ്റിൻ എന്നിങ്ങനെയുള്ള ലാബ് ടെസ്റ്റുകൾ വഴി നമുക്ക് ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് യൂട്രൈൻ ഫാക്ടേഴ്സ്, അതായത് ഗർഭപാത്രത്തിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നോർമലായിട്ട് പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഫൈബ്രോയിഡ്, അതായത് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന മുഴകൾ, പോളിപ്പ്, ദശ പോലെയുള്ള വളർച്ചകൾ, ജന്മനാ തന്നെ ഗർഭപാത്രത്തിൻ്റെ ആകൃതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് എന്തെങ്കിലും സെപ്റ്റം അല്ലെങ്കിൽ ബൈക്കോണേറ്റ് യൂട്രസ്, സെപ്റ്റേറ്റ് യൂട്രസ് എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും സ്ത്രീ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമായിട്ട് അത് കണക്കാക്കപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻസ് ഒക്കെ വരുന്ന സ്ത്രീകളിലും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഗർഭപാത്രത്തിൻ്റെ ഷേപ്പ് നോർമലാണോ, സൈസ് നോർമലാണോ, ബേബി ഇംപ്ലാന്റ് ആകാനുള്ള നോർമലായിട്ടുള്ള സൈസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. എങ്ങനെ ഈ യൂട്രൈൻ കോസസ് നമ്മൾ കണ്ടുപിടിക്കാം? സ്കാനിങ്ങിലൂടെ നമുക്ക് ചില കാരണങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഫൈബ്രോയിഡ് പോലെയുള്ള മുഴകൾ, പോളിപ്പ്, ദശ വളരുന്നത്, എന്തെങ്കിലും ഷേപ്പിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാം. പ്രത്യേകിച്ച് 3D സ്കാനിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കുറേ സ്കാനിങ്ങുകളുണ്ട്. MRI സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാം എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീഹോൾ സർജറി, അതായത് ലാപ്രോസ്കോപ്പിക് സർജറി വഴിയും യൂട്രസിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീഹോൾ സർജറിയിൽ കറക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ട്യൂബൽ ഫാക്ടേഴ്സ്, അതായത് നോർമലായിട്ട് പ്രഗ്നൻസി ആകണമെന്നുണ്ടെങ്കിൽ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം വന്ന് ബീജവുമായിട്ട് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് സങ്കലനം നടക്കുന്നത്. ഈ ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നാലും അത് സ്ത്രീ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണം തന്നെയാണ്. പിന്നെ ചിലർക്ക് ട്യൂബിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവർക്കും ഹെൽത്തി ആയിട്ടുള്ള ട്യൂബ് ആയിരിക്കത്തില്ല. വയറിൻ്റെ അകത്ത് ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ളവർ, അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും, അതൊക്കെ വന്നിട്ടുള്ളവർക്കും ട്യൂബിൻ്റെ അനാറ്റമിയിലും മോർഫോളജിയിലും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ വരാം. അതുപോലെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖമുള്ളവർക്കും ട്യൂബിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പ്രഗ്നൻസി ആകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? HST എന്ന് പറയുന്ന ഒരു എക്സ്റേ ടെസ്റ്റ് വഴി നമുക്ക് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് ഒരു കോൺട്രാസ്റ്റ് യൂട്രസിലോട്ട് ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം ഒരു എക്സ്റേ ഫിലിം എടുക്കുന്ന ടെസ്റ്റിനാണ് HST എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണിത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയാണ്. ലാപ്രോസ്കോപ്പിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തെങ്കിലും ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെയിം സിറ്റിങ്ങിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും ഇന്ന് അവൈലബിൾ ആണ്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് മദറിൻ്റെ ഏജ് ആണ്, അതായത് അഡ്വാൻസ് മെറ്റേണൽ ഏജ്, അതായത് മദറിൻ്റെ ഏജ് 35 വയസ്സിന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീ വന്ധ്യതയുടെ കാരണമായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ചിലരിൽ അണ്ടങ്ങളുടെ അളവ് കുറയാനും AMH എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റിൻ്റെ വാല്യൂ കുറവ് ഒക്കെ ഉള്ള സ്ത്രീകളിൽ, അതായത് 50% 35 വയസ്സിന് ശേഷം സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കുറയുന്നതായിട്ട് കാണപ്പെടുന്നത്. അപ്പം അത്തരത്തിൽ ഏജുള്ള മദേഴ്സിനും നമുക്ക് ഈ സ്ത്രീ വന്ധ്യത ഒരു പ്രധാന കാരണമായിട്ട് കാണാറുണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അൾട്രാസൗണ്ട് വഴി സ്കാനിങ്ങിൽ നമുക്ക് ഓരോ ഓവറിയിലും എത്രത്തെ അണ്ടങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അണ്ടങ്ങളുടെ അളവിൽ കുറവ് കാണുകയാണെന്നുണ്ടെങ്കിൽ AMH എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് ഓവറീസിൻ്റെ റിസർവ് കുറവാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.